ശിവസേന MP രവീന്ദ്ര ഗേക്വാദ് മർദ്ദിച്ചത് എയർ ഇന്ത്യ ജീവനക്കാരനായ മലയാളിയെ. മർദ്ദനമേറ്റത് കണ്ണൂർ സ്വദേശി സുകുമാറിന്. ബിസിനസ് ക്ലാസ് നൽകിയില്ലെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. അക്രമത്തിലൂടെ സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ RSS ശ്രമമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. RSSന്റെ അക്രമ രാഷ്ട്രീയത്തെ ജനാധിപത്യ രീതിയിൽ നേരിടും. ഗോരക്ഷയുടെ പേരിൽ UPയിൽ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നതായും അയോധ്യ പ്രശ്നം ഭൂമി പ്രശ്നമാണ്, അത് കോടതിക്ക് പുറത്തു തീർക്കേണ്ടതല്ലെന്നും യെച്ചൂരി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. RSS അതിക്രമത്തിൽ രാജ്യത്താകെ അപകടകരമായ സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. കേരളത്തിൽ അക്രമത്തിലൂടെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനാണ് RSS ശ്രമമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. To destabilize the Kerala government is the first target to a situation of a very, very dangerous communal polarization and clash. Of course, we will face the challenge, as I said, and we are determined to defeat it through democratic methods. തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം 9 CPIM പ്രവർത്തകരാണ് കേരളത്തിൽ കൊല്ലപ്പെട്ടത്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ തടയാനുള്ള RSSന്റെ ശ്രമം അക്രമ രാഷ്ട്രീയത്തിന്റെ മുഖമാണെന്നും യെച്ചൂരി കുറ്റപ്പെടുത്തി. അതിക്രമത്തിലൂടെ സ്വാധീനം ഉറപ്പിക്കാനുള്ള RSS ശ്രമം നടപ്പാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗോരക്ഷയുടെ പേരിൽ UPയിൽ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണ്. RSSന്റെ ഹിന്ദുത്വ രാഷ്ട്രം BJP സർക്കാർ നടപ്പാക്കുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. അയോധ്യ പ്രശ്നം കോടതിക്ക് പുറത്ത് തീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ RSS തന്നെ അടയ്ക്കുകയാണ്. അയോധ്യ പ്രശ്നം ഭൂമി പ്രശ്നമാണ്, അത് കോടതിക്ക് പുറത്ത് തീർക്കേണ്ടതല്ലെന്നും യെച്ചൂരി കൂട്ടിച്ചേർത്തു. This is a matter of law. This is not a matter of political settlement. Who is the owner of the land? So let the Supreme Court deliver justice. സംസ്ഥാനത്തെ പോലീസിന്റെ വീഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകരിച്ചത് അത് തെറ്റുതിരുത്തുന്നതിന്റെ ഭാഗമാണെന്നും യെച്ചൂരി പറഞ്ഞു. EP ജയരാജൻ ഉൾപ്പെട്ട ബന്ധുനിയമന വിഷയം അടുത്ത CPIM കേന്ദ്ര കമ്മിറ്റി യോഗം പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നും യെച്ചൂരി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംവിധായകൻ വിനയനെ വിലക്കിയ സംഭവത്തിൽ അമ്മയ്ക്കും ഫെഫ്കയ്ക്കും കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പിഴ ചുമത്തി. ഭാരവാഹികളായ ഇന്നസെന്റ് ഇടവേള ബാബു, സിബി മലയിൽ, B ഉണ്ണികൃഷ്ണൻ എന്നിവർ പിഴയടയ്ക്കണം. അമ്മയ്ക്ക് 4 ലക്ഷം രൂപയും ഫെഫ്കയ്ക്ക് 85,594 രൂപയുമാണ് പിഴ ചുമത്തിയത്. അപ്രഖ്യാപിത വിലക്ക് നേരിട്ടതുമായി ബന്ധപ്പെട്ട് വിനയൻ നൽകിയ പരാതിയിന്മേലാണ് നടപടി. ഇന്നസെന്റ് 51,000 രൂപയും സിബി മലയിൽ 61,000 രൂപയും പിഴയൊടുക്കണം. രാജ്യത്തെ വിവിധ അസോസിയേഷനുകളുടെയും വിവിധ സംഘടനകളുടെയും പ്രവർത്തന രീതി പരിശോധിക്കുന്ന സംവിധാനമാണ് CCI. മലപ്പുറത്ത് SDPI വെൽഫെയർ പാർട്ടികളുമായുള്ള സഖ്യത്തിന് ലീഗിന്റെ രഹസ്യ നീക്കം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച SDPI വെൽഫെയർ പാർട്ടികൾ സ്ഥാനാർത്ഥിയെ നിർത്താതെ ലീഗുമായി ഒത്തുകളിക്കുകയാണ്. 2014 SDPIക്ക് 47,853 വോട്ടും വെൽഫെയർ പാർട്ടിക്ക് 29,216 വോട്ടും ലഭിച്ചിരുന്നു. ജീവൻ മരണ പോരാട്ടമായി ഏറ്റെടുത്ത ലീഗും UDFും പരമാവധി വോട്ടുകൾ സമാഹരിക്കാനുള്ള നീക്കത്തിലാണ്. 2014 വോട്ടും ഭൂരിപക്ഷവും വർദ്ധിപ്പിക്കുമെന്നത് നിലവിലെ സാഹചര്യത്തിൽ UDFന് വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ 13,12,693 വോട്ടർമാരുള്ള മണ്ഡലത്തിൽ 70% വരുന്ന മുസ്ലിം വോട്ടിലാണ് ലീഗിന്റെ കണ്ണ്. ഈ വോട്ടുകൾ സമാഹരിക്കുക എന്ന ലക്ഷ്യം വെച്ചുള്ള അണിയറ നീക്കം ലീഗ് തുടങ്ങിക്കഴിഞ്ഞു. 2014 അഹമ്മദിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തി 47,853 വോട്ട് നേടിയ SDPIക്കും 29,216 വോട്ട് നേടിയ വെൽഫെയർ പാർട്ടിക്കും ഇത്തവണ സ്ഥാനാർത്ഥിയില്ല. ഉപതെരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമില്ലെന്ന മുടന്തൻ ന്യായം പറഞ്ഞാണ് ഇവരുടെ പിന്മാറ്റം. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പാർട്ടി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ പാർട്ടി മത്സരിക്കുന്നതല്ല. എങ്ങനെയാണ് വോട്ട് വിനിയോഗിക്കേണ്ടത് എന്നുള്ളത് പാർട്ടി പിന്നീട് ആലോചിച്ച് തീരുമാനിച്ച് അറിയിക്കുന്നതാണ്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ലോക്സഭയ്ക്ക് കീഴിലെ 7 മണ്ഡലങ്ങളിലും SDPI മത്സരിച്ചിരുന്നു. 20,000-ഓളം വോട്ടും ഇവർ പിടിച്ചു. കാര്യമായ വോട്ട് ലഭിച്ചില്ലെങ്കിലും വെൽഫെയർ പാർട്ടിയും മത്സരരംഗത്തുണ്ടായിരുന്നു. ചെറുകിട പാർട്ടികളെല്ലാം ചേർന്ന് പൊതുസ്വതന്ത്രം നിർത്താനുള്ള ശ്രമം തടയുന്നതിലും ലീഗ് വിജയിച്ചു. AK ലതീഷ്, മലപ്പുറം. പത്തനംതിട്ടയിൽ നാളെ നടക്കുന്ന ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തയുടെ 100ാം പിറന്നാൾ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കൈരളി TVയും കാഴ്ചയും സംയുക്തമായാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തയുടെ 100ാം പിറന്നാൾ ആഘോഷവും സാംസ്കാരിക സമ്മേളനവും നാളെ വൈകിട്ട് 5 മണിക്ക് പത്തനംതിട്ട മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് അരങ്ങേറുന്നത്. പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് സിനിമാ സീരിയൽ രംഗത്തെ താരങ്ങളെ അണിനിരത്തിയുള്ള 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മെഗാ ഷോയും ഉണ്ടാകും. ഇതിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി പരിപാടിയുടെ രക്ഷാധികാരിയും പത്തനംതിട്ട നഗരസഭ അധ്യക്ഷയുമായ രജനി പ്രദീപ് പറഞ്ഞു. പത്തനംതിട്ട നഗരസഭയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചാനൽ പരിപാടി നടക്കുന്നത്.
അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്കായിട്ടുണ്ട്. എല്ലാ ആൾക്കാരും നമ്മളോട് പൂർണ്ണമായിട്ടും സഹായിക്കുന്നുണ്ട്. ഒരു ചാനലിൻ്റെ മാത്രമായിട്ടുള്ള പരിപാടിയല്ല ഇത്. പത്തനംതിട്ട നഗരസഭയും പത്തനംതിട്ട പൗരജനങ്ങളും ഉൾപ്പെടെ എല്ലാ വിഭാഗം ആൾക്കാരെ ഉൾക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അവസാന ഘട്ടം ആയി പൂർണ്ണമായിട്ടും ഏറ്റവും നല്ല രീതിയിൽ ഇത് ചെയ്യാനായിട്ട് എല്ലാവരും സഹകരിക്കുന്നു. ഏകദേശം 25,000 ആൾക്കാരെയാണ് പരിപാടി വീക്ഷിക്കാനെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ആഘോഷത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ പ്രചാരണ വാഹനം നഗരസഭാ അധ്യക്ഷ രജനി പ്രദീപാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഈ വാഹനം ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും പ്രചാരണവുമായി എത്തുന്നുണ്ട്. പ്രത്യേകം നൽകിയ പാസ് മുഖാന്തരമാണ് സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശനം അനുവദിക്കുക. വൈകിട്ട് 4 മണിയോടെ തന്നെ സ്റ്റേഡിയത്തിലേക്കുള്ള പ്രവേശനം ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പരിസ്ഥിതി സൗഹൃദ വിവാഹാഘോഷം നടത്തുന്നവരെ അനുമോദിച്ചും ആദരിച്ചും മാതൃക സൃഷ്ടിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ നഗരസഭ. കണ്ണൂരിലെ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പ് ഫാത്തിമ ഗോൾഡുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നഗരസഭാ ഷോപ്പിംഗ് മാൾ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ഈ പദ്ധതിക്ക് തുടക്കമായി.